ഇഫ് ക്ലോസിൽ പ്രധാനമായും 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന്, നമുക്ക് ഇഫ് ക്ലോസ് പ്രസന്റിൽ പറയാം. 2, ഇത് നമുക്ക് പാസ്റ്റിൽ പറയാം. 3, ഇത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. 1 പ്രസന്റിൽ പറയാം, 2 ഇത് പാസ്റ്റിൽ പറയാം, 3 പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെ പ്രസന്റിൽ അഥവാ ഇപ്പൊ നടക്കുന്ന ഒരു സമയത്ത് ഇഫ് ക്ലോസ് എങ്ങനെ പറയാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നടക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. അവനൊരു ഫാർമർ ആണെങ്കിൽ അവൻ ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും, അവൻ ഈ ലാൻഡ് കൃഷി ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവനൊരു ഫാർമർ ആണെങ്കിൽ അവൻ ആ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും. നമുക്ക് പ്രസന്റിൽ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയ ഈ വാക്കുകൾ. ഒന്ന്, പ്രസന്റിൽ പറയാനായിട്ട് ഉപയോഗിക്കുന്ന 1 ആം, ഈസ്, ആർ. 2 ഹാസ്, ഹാവ്. 3 ഡു, ഡസ്. നമുക്ക് ആം, ഈസ്, ആറിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ആം ഓർ ഈസ് ഓർ ആർ, 3ന്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. ഹാസ്, ഹാവിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഡു, ഡസ് നമ്മളൊരു വെർബിന്റെ ഉള്ളിൽ ചെയ്യുന്നു എന്ന മീനിങ്ങിന് ഉപയോഗിക്കുന്നു. അത് പിന്നെ പറയാം. ഇപ്പൊ ഏതായാലും നമുക്ക് ആദ്യത്തെ കാറ്റഗറി നോക്കാം. ആമീസ് ആർ എന്ന പ്രസന്റ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം. ഇത് ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ നമ്മൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. ആം, ഈസ്, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ്. ഈ കാറ്റഗറി വന്നാൽ നമ്മൾ അപ്പുറത്ത് ഉപയോഗിക്കേണ്ട കാറ്റഗറി വിൽ എഴുതിയതിനു ശേഷം നമ്മൾ ആദ്യം സബ്ജക്ട് ഇട്ടതിന് ശേഷം വില്ല് എഴുതിയതിനു ശേഷം ഏത് വെർബാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം. നമ്മളൊരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്കാം. ഞാനിപ്പോ പറയുന്നത് അവനൊരു ഫാർമർ ആണെങ്കിൽ എങ്കിൽ എന്ന വാക്കിന് ആദ്യം ഞാൻ ഇഫ് ഉപയോഗിച്ചു. അവൻ ഇഫ് ഹി ഉപയോഗിച്ചു. ആണ് ഹി ഈസ് എ ഫാർമർ. അപ്പൊ ഇതിന്റെ അർത്ഥം അവനൊരു ഫാർമർ ആണെങ്കിൽ എന്ന മീനിങ്ങിലെത്തി. അവനൊരു ഫാർമർ ആണെങ്കിൽ അവൻ ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും. ആരാണ് കൾട്ടിവേറ്റ് ചെയ്യുക? അവൻ ഹി കൾട്ടിവേറ്റ് ചെയ്യും. കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്യുക. അപ്പൊ നമ്മളെ വിൽ എഴുതിയതിനു ശേഷം ഏത് വെർബാണ്? കൾട്ടിവേറ്റ്. അപ്പൊ ആ വെർബിന്റെ ബേസ് ഫോം, കൾട്ടിവേറ്റിന്റെ ബേസ് ഫോം, എല്ലാ വെർബിന്റെയും ബേസ് ഫോം ആ നോർമൽ ഫോം തന്നെയാണ്. അപ്പോ കൾട്ടിവേറ്റ് മതിയാകും. അപ്പോ ഹി വിൽ കൾട്ടിവേറ്റ് എന്താണോ അത്, ദ ലാൻഡ്. ഇങ്ങനെയാണ് ആദ്യത്തെ സെക്ഷൻ വരുന്നത്. ഒന്നാമത്തെ, ഇഫ് ഹി ഈസ് എ ഫാർമർ, അവനൊരു ഫാർമർ ആണെങ്കിൽ അവൻ ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും. 2, ഞാൻ ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ എന്റെ പേഷ്യൻസിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ നോക്കാം. ഇഫ് എങ്കിൽ, ഞാൻ ഐ ആണിന് ഉപയോഗിക്കുന്ന വാക്ക് ഐ ആം എ ഡോക്ടർ. ഇഫ് ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ എന്റെ പേഷ്യൻസിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഞാൻ ഏതാണ്? വിൽ എഴുതിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? വെർബ് ട്രീറ്റ്. അപ്പോ അതിന്റെ ബേസ് ഫോം ഏത് തന്നെയാണ്? ട്രീറ്റ് തന്നെയാണ്. ഐ വിൽ ട്രീറ്റ് ദ പേഷ്യൻസ്. ഇങ്ങനെയാണ് ഒന്നാമത്തെ സെക്ഷൻ. ആമീസ് ആർ. ഇനി ആറിന്റെ നമ്മൾ നോക്കാം. ഇഫ് നമ്മൾ ആറ് നോക്കുമ്പോ ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ ഇഫ് വീരുടെ ഉപയോഗിക്കുന്ന ആണ് എന്ന് സൂചിപ്പിക്കുന്നതിന് ആർ. ഇഫ് വി ആർ തിക് ഫ്രണ്ട്സ്, നമ്മൾ തിക് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കും. എങ്ങനെ വരും? വി സഹായിക്കുക, ഹെൽപ്പ് അല്ലേ? അപ്പോ ഹെൽപ്പ് അതിന് മുമ്പ് വിൽ വരണം. അപ്പൊ എങ്ങനെ വന്നു? വി വിൽ ഹെൽപ്പ് പരസ്പരം. പരസ്പരം എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് വൺ അനദർ അല്ലെങ്കിൽ ഈച്ച് അതർ ഉപയോഗിക്കാം. നമുക്കിവിടെ വൺ അനദർ ഉപയോഗിക്കാം. വൺ അനദർ. അപ്പൊ 3 സെന്റൻസ് ആയിരിക്കാണ്. ആണ് എന്ന് സൂചിപ്പിക്കുന്നതിന് പ്രസന്റിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പ്രസന്റ് വരികയാണെങ്കിൽ അപ്പുറത്ത് വിൽ പ്ലസ് ബേസ് ഫോം വരികയാണെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ അവനൊരു ഫാർമർ ആണെങ്കിൽ ഇഫ് ഹി ഈസ് എ ഫാർമർ ഹി വിൽ കൾട്ടിവേറ്റ് ദ ലാൻഡ്. രണ്ടാമത്തെ, ഇഫ് ഐ ആം എ ഡോക്ടർ ഐ വിൽ ട്രീറ്റ് ദ പേഷ്യൻസ്. മൂന്നാമത്തെ, ഇഫ് വി ആർ തിക് ഫ്രണ്ട്സ്, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കും. വി വിൽ ഹെൽപ്പ് വൺ അനദർ. നമ്മളിവിടെ പഠിച്ചത് ഇപ്പോ ആമീസാർ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ്. ആമീസാർ ആണ് എന്ന മീനിങ്ങിലുള്ള ആമീസാർ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ്, ഹാവ്. ഇവിടെ രണ്ടിന്റെയും മീനിങ് ഉണ്ട് എന്നാണ്. സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവും. നമുക്ക് മുമ്പേ അറിയാന്നുള്ളതാണ്. സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവും. ഇത് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ് എന്റെ കയ്യിൽ ഒരു പേന ഉണ്ടെങ്കിൽ, അപ്പൊ എങ്കിൽ എന്ന വാക്ക് ഇഫ്. ഞാനല്ലേ, അപ്പോ ഐ. എന്റെ കയ്യിലല്ലേ ഐ. ഇനി ഐയുടെ ഹാസ ഹാവ ഉണ്ട് എന്നുള്ളതിന് ഐയുടെ ഹാവ് മാത്രമേ ഉപയോഗിക്കൂ. ഇഫ് ഐ ഹാവ് എ പെൻ,
എന്റെ കയ്യിൽ ഒരു പേനയുണ്ടെങ്കിൽ, ഇതിന്റെ മീനിങ് എങ്ങനെയായി? എന്റെ കയ്യിൽ ഒരു പേനയുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരും. ഞാൻ നിനക്കല്ലേ തരുന്ന, അപ്പൊ ആരാ തരുന്നത്? ഞാൻ. ഓക്കെ, നീ ഞാൻ തരുന്നു, ഞാൻ നിനക്ക് തരും എന്നല്ലേ? തരിക ഗീവ് അല്ലേ? അപ്പൊ ഗീവിന്റെ ബേസ് ഫോം ഏതാണ്? ഗീവ് ആണ്. വിൽ എഴുതണ്ടേ? അപ്പൊ എങ്ങനെയായി? ഐ വിൽ ഗീവ് ആർക്കാണ്? നിനക്ക്. ഐ വിൽ ഗീവ് യു. അപ്പൊ എങ്ങനെ വന്നു? ഇഫ് ഐ ഹാവ് എ പെൻ ഐ വിൽ ഗീവ് യു. ഇവിടെയും വന്നിരിക്കുന്നത് ഇതെല്ലാം പ്രസന്റ് ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ സെക്ഷൻ വിൽ പ്ലസ് ബേസ് ഫോം എന്ന സെക്ഷൻ വന്നത്. ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്ന വിൽ കൾട്ടിവേറ്റ് ആണ്, വിൽ ട്രീറ്റ് ആണ്, വിൽ ഹെൽപ്പ് ആണ്, നാലാമത് വിൽ ഗീവ് യു എന്ന മെത്തേഡാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഹാസ് വെച്ചൊരു പ്രയോഗം നോക്കാം. ഹാസ് വരികയാണെങ്കിൽ സിംഗുലർ ആവണ്ടേ? അപ്പോ ഇഫ് സിംഗുലർ, അവളുടെ കയ്യിൽ ഇഫ് ഷീ ഹാസ് എ ബുക്ക്, അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ, ഇഫ് ഷീ ഹാസ് എ ബുക്ക്, അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ, അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അവൾ ഒരു നോവൽ എഴുതും. അവളല്ലേ എഴുതുന്നത്? ഷീ. ഇനി ഇവിടെ എഴുതേണ്ടത് എഴുതുക എന്ന വെർബല്ലേ? എഴുതുക എന്ന വെർബിന്റെ വെർബ് റൈറ്റിന്റെ ബേസ് ഫോം റൈറ്റ് തന്നെയാണ്. ഇവിടെ വിൽ എഴുതാൻ മറക്കരുത്. ഷീ വിൽ റൈറ്റ് എ നോവൽ. ഷി വിൽ റൈറ്റ് എ നോവൽ. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ. കംപ്ലീറ്റ് ആണ്. ഈ സെക്ഷനിൽ ആമി സാർ വെച്ച് എങ്ങനെ ചെയ്യാം, ആണ് എന്ന മീനിങ്ങിൽ എങ്ങനെ ചെയ്യാം, രണ്ട് ഉണ്ട് എന്ന മീനിങ്ങിൽ എങ്ങനെ ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വേറെയും നിങ്ങൾക്ക് ഇത് നോക്കി തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ ഈ സെക്ഷനിൽ ഇതാണ്. പ്രസന്റിൽ വരുന്നതിന് ഒരു കാറ്റഗറി കൊണ്ട് ഡു ഡസ്, അത് നമുക്ക് നോക്കാം. ഡൂവും ഡസും ഒരു വെർബിന്റെ ഉള്ളിൽ മാത്രമേ നിൽക്കൂ എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു വെർബ് നമ്മൾ ഹെൽപ്പ് എന്ന വെർബ്, ഹെൽപ്പിനകത്ത് ഡു ചേർത്താൽ ഹെൽപ്പ് തന്നെ, ഹെൽപ്പിനകത്ത് ഡസ് ചേർത്താൽ ഹെൽപ്സ് ആവും. വർക്കിനകത്ത് ഡു ചേർത്താൽ വർക്ക് തന്നെ, വർക്കിനകത്ത് ഡസ് ചേർത്താൽ വർക്ക്സ് ആവും. ഇങ്ങനെയാണ് ഡു ഡസിന്റെ പ്രത്യേകത. വെർബിന്റെ ഉള്ളിലെ നിൽക്കൂ. അതും ഡു ചേരുകയാണെങ്കിൽ നോർമൽ ഫോമായിട്ട് നിൽക്കും, ഡസ് ചേരുകയാണെങ്കിൽ എസ് ചേർന്ന് നിൽക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഡു ഡസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്. ഡു ഡസിന്റെ ഏറ്റവും വലിയ കാറ്റഗറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡു ഡസും സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഡസ് ഫോം ഉപയോഗിക്കാവൂ, പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം ഉപയോഗിക്കാവൂ. സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം, പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഡസ് ഫോം ഉപയോഗിക്കാവൂ, പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം. ഇതൊരിക്കലും മറന്നുപോകരുത്. നമുക്ക് നോക്കാം. ഞാനിവിടെ ചെയ്യുകയാണ്. ഇവിടെ നമ്മളൊരു കാറ്റഗറിയിൽ ആദ്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു അവൻ നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ, ഞാൻ എങ്കിൽ എന്ന വാക്ക് എഴുതുകയാണ്. അവൻ നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പൊ വെർബിന്റെ ഉള്ളിൽ മാത്രമേ എനിക്ക് ഡു ഡസും, വെർബ് പറയുകയാണെങ്കിൽ മാത്രമേ ഡു ഡസും പറയാവൂ. അതും സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ ഡസ് ഫോമും, പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ ഡു ഫോം. ഞാനിവിടെ പറയാൻ ശ്രദ്ധിക്കുക, അവൻ നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ ഇവിടുത്തെ സബ്ജക്ട് അവൻ, അവനല്ലേ? പഠിക്കുക വെർബാണ്. അപ്പൊ ഞാൻ ആ വെർബ് വന്നു കഴിഞ്ഞാൽ ഡു ഡസ് ചേർത്ത് തന്നെ എഴുതണം. അവൻ നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ, പഠിക്കുക വെർബ് സ്റ്റഡി, സ്റ്റഡിക്കകത്ത് ഡു ചേർത്താൽ സ്റ്റഡി, ഡസ് ചേർത്താൽ സ്റ്റഡീസ് എന്ന് വരും. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഡസ് മാത്രമേ ചേർക്കാവൂ. അതുകൊണ്ട് തന്നെ ഇഫ് ഹി സ്റ്റഡീസ് വെൽ, അവൻ നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ അവൻ നല്ല മാർക്ക് വാങ്ങും. ബാക്കി അപ്പുറത്തെ കാറ്റഗറി ഓക്കെ ആണ്. അവനല്ലേ മാർക്ക് വാങ്ങുന്നത്? വാങ്ങുക ഇംഗ്ലീഷ് ഗെറ്റ് അല്ലേ? ഗെറ്റിന്റെ ബേസ് ഫോം ഗെറ്റ്. ഇനി ചേർക്കേണ്ടത് എന്താണ്? വിൽ. അപ്പൊ എങ്ങനെ ഒന്ന്, ഹി വിൽ ഗെറ്റ് ഹൈ മാർക്സ്. ഇതാണ് നമ്മൾ ഡസിന്റെ പ്രത്യേകത. ഡസ് ശ്രദ്ധിക്കുക, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഡസ് ഉപയോഗിക്കാവൂ. മൂന്നാമത്തെ അടുത്തൊരു കാറ്റഗറി നോക്കാം. ഡൂയിന്റെ നോക്കാം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നോക്കാം. ഇഫ് വി, ഇപ്പോ വി എന്ന വാക്ക് ഞങ്ങൾ എന്നാണ്, അത് പ്ലൂറലാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അത് ശ്രമിക്കുന്നു എങ്കിൽ, ശ്രമിക്കുക ട്രൈ എന്ന വാക്കാണ്. ട്രൈ എന്ന വാക്കിനകത്ത് ഡു ഉണ്ട്, ട്രൈയുടെ കൂടെ ഡസ് ചേർത്താൽ ട്രൈസ് ആയി പോകും. പക്ഷെ ഇവിടെ ഡു ഫോം അഥവാ ട്രൈ എന്ന ഡു ഫോം ഉപയോഗിക്കുക, കാരണം ഇവിടെ സബ്ജക്ട് പ്ലൂറലാണ്. അപ്പോ ഇഫ് യു ട്രൈ ഇറ്റ്, ഞങ്ങളത് ശ്രമിക്കുന്നു എങ്കിൽ ഞങ്ങളത് നേടിയെടുക്കും. നേടിയെടുക്കുക, അച്ചീവ് ബേസ് ഫോം. ഇവിടെ വില്ല് ചേർക്കാൻ മറക്കരുത്. അപ്പൊ എങ്ങനെ വരും? വി വിൽ അച്ചീവ് ഇറ്റ്. ഇതാണ് ഡു ഡസിന്റെ പ്രത്യേകത. ഇംഗ്ലീഷിൽ നമ്മൾ ഇഫ് ക്ലോസിൽ ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞ ആമി സാറിന്റെ കാറ്റഗറി പ്രസന്റിൽ ഇവിടെ വരുമ്പോൾ, ഇവിടെ പ്രസന്റ് വരികയാണെങ്കിൽ ഒന്ന് ആമി സാർ വരാം, ആൻഡ് ഹാസ് ഹാവ്. ആമി സാർ ആണ് എന്ന മീനിങ്ങിൽ വരാം, ഹാസ് ഹാവ് ഉണ്ട് എന്ന മീനിങ് വരാം. ഡു ഡസ് വെർബിന്റെ ഉള്ളിൽ വരാം. വെർബിന്റെ ഉള്ളിൽ ഡു ഡസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ മാത്രം ഡസ് ഫോമും, പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോമും. ഇപ്പൊ വേറൊരു കാറ്റഗറി കൂടെ ഞാൻ പറയാം. സിംഗുലർ ചേർത്ത് ഇഫ് ഷീ, അവൾ കളിക്കുന്നു എങ്കിൽ, കളിക്കുക പ്ലേ. ഷീ ആയതുകൊണ്ട് പ്ലേ ചേർക്കരുത്, ഡു ഫോം ചേർക്കരുത്. ഇഫ് ഷീ പ്ലേസ് എന്ന് ചേർക്കണം. ഇഫ് ഷീ പ്ലേസ് വെൽ, അവൾ നന്നായിട്ട് കളിക്കുന്നു എങ്കിൽ
ഷീ വിൽ അച്ചീവ് സംതിങ്. അവൾ എന്തെങ്കിലും നേടിയെടുക്കും എന്നുള്ള രീതിയിൽ വരും. അതുപോലെ തന്നെ ഇവിടെ ഇഫ് വിക്ക് പകരം നമുക്ക് ഇവിടെ ദേയും പ്ലൂറലാണ്. ഇഫ് ദേ ആണെങ്കിൽ ഇവിടെ പ്ലേസ് എന്നാണ് വന്നത്. എന്നാൽ ഇഫ് ദേ ആണെങ്കിൽ ഇഫ് ദേ പ്ലേ എന്നാണെങ്കിൽ അപ്പുറത്ത് ദേ ആണെങ്കിൽ ഇവിടെ ഏതേ വരാവൂ, പ്ലേ വരാവൂ. അതാണ് അതിന്റെ കാറ്റഗറി. അപ്പോൾ ഇതാണ് പ്രസന്റിൽ നമ്മൾ പഠിച്ചത്. ഒന്ന് ആമീസ, രണ്ട് ഹാസ് ഹാവ്, മൂന്ന് ഡൂഡസ്. ഇതാണ് പ്രസന്റിന്റെ കാറ്റഗറി. പ്രസന്റ് കാറ്റഗറി ക്ലോസ്ഡ് ആയി. അടുത്തായിട്ട് വരുന്ന സിമ്പിൾ പാസ്റ്റിൽ തന്നെ ഈ കാറ്റഗറി പറയാം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കാം. സിമ്പിൾ പ്രസന്റ് ആണല്ലോ ഡൂഡസ്, എന്നാൽ അതിന്റെ പാസ്റ്റ് ആയ ഡിഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് ചെയ്തു എന്ന മീനിങ് ആണ്. ഇത് വെർബിന്റെ ഉള്ളിൽ മാത്രമേ നിൽക്കൂ. ഒരു വെർബിന്റെ V2 എടുത്താൽ അതിന്റെ ഡിഡ് ഫോം കിട്ടും. ഫോർ എക്സാമ്പിൾ വർക്ക് എന്ന വെർബിന്റെ V1 V2 V3 പറഞ്ഞു വെക്കുക. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അതിലെ രണ്ടാമത്തെ വർക്ക്ഡിനകത്ത് ഡിഡ് ഉണ്ട്. ഹെൽപ്പ് എന്ന വെർബ് എടുക്കാം. ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. അതിന്റെ രണ്ടാമത്തെ ഹെൽപ്ഡിനകത്ത് ഡിഡ് ഉണ്ട്. അപ്പോ ഡിഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാം. ഹാസ് ഹാവ് പ്രസന്റ് ആണ്. അതിനകത്ത് ഉണ്ട് എന്നാണ്. എന്റെ കയ്യിൽ ഒരു പേന ഇപ്പൊ ഉണ്ട് എന്നതിന്റെ പാസ്റ്റ് ആണ്. എന്റെ കയ്യിൽ ഒരു പുതിയ പേന, ഇതൊരു പുതിയ പേനയല്ല, ഒരു പുതിയ പേന ഉണ്ടായിരുന്നു. ഉണ്ട് എന്നതിന്റെ പാസ്റ്റ് ആണ് ഉണ്ടായിരുന്നു. ഹാസ് ഹാവ് ഉണ്ടെന്നാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ആയ ഹാഡ് ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് പാസ്റ്റിൽ കിട്ടിയത് ഒന്ന് ഡിഡ് പാസ്റ്റ് ആണ്, ഹാഡ് പാസ്റ്റ് ആണ്. അടുത്തായിട്ട് വരുന്നത് ആമീസാർ ആണ് എന്നത് പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് നോക്കാം. ആമീസാറിന്റെ പാസ്റ്റ്, ആമീസാറിന്റെ അർത്ഥം ആണ് എന്നാണ്. ആമീസാർ എന്നതിന്റെ പാസ്റ്റ് വരുന്ന മീനിങ് ആയിരുന്നു എന്നാണ്. ആയിരുന്നു എന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഒന്ന് വാസും രണ്ട് വേറും. ഒന്ന് വാസും രണ്ട് വേറും. ഒന്ന് വാസും രണ്ട് വേറും. സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസും, പ്ലൂറലാണെങ്കിൽ വേറുമാണ് ഉപയോഗിക്കുന്നത്. ഷി വാസ്, he was, it was, they were, we were. അങ്ങനെ സിംഗുലർ ആണെങ്കിൽ വാസും, പ്ലൂറൽ ആണെങ്കിൽ വേറും. പക്ഷേ ഇഫ് ക്ലോസിന്റെ പ്രത്യേകത, ഇഫ് ക്ലോസിൽ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരിക്കലും വാസ് ഉപയോഗിക്കരുത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വേർ മാത്രമേ വരൂ. വാസ് എന്ന കാറ്റഗറി ഇഫ് ക്ലോസിലില്ല. അപ്പൊ മറന്നു പോകരുത്. ഷീ ആയാലും ഹി ആയാലും ഏതായാലും സാധാരണ ഒരു സെന്റൻസിൽ ഹി വാസ് എ ഡോക്ടർ എന്ന് നമ്മൾ പറയും. അവനൊരു ഡോക്ടർ ആയിരുന്നു. എന്നാൽ അതിന്റെ മുമ്പിൽ ഒരു ഇഫ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വാസ് വരൂല. ഹി വാസ് എ ഡോക്ടർ, ഒരു ഇഫും കൂടെ ചേർത്താൽ ഇഫ് ഹി വാസ് എന്ന് വരൂല, ഇഫ് ഹി വേറെ ഡോക്ടർ എന്നേ വരൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആമീസാർ എന്നത് ആണ് എന്നാണ്. അതിന്റെ പാസ്റ്റ് വാസ് വെയർ ആണ് വരാനുള്ളത്. പക്ഷെ ഇഫ് ക്ലോസിൽ ഒരിക്കലും വാസ് വെയർ വരില്ല, വെയർ മാത്രമേ വരൂ. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഓർമ്മിച്ചു വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. വെയറിന്റെ അർത്ഥം ആയിരുന്നു, ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു, ഡിഡിന്റെ അർത്ഥം ഒരു വെർബിന്റെ ഉള്ളിൽ വരും, ചെയ്തു എന്ന മീനിങ്ങിൽ വരും. ഈ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ, അതായത് പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അപ്പർ സൈഡ് നേരത്തെ നമ്മൾ ചേർത്തത് വിൽ ആയിരുന്നു. ഒരിക്കലും ഇവിടെ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ വിൽ വരൂ. ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ വില്ലിന്റെയും പാസ്റ്റ് ആയ വുഡ് മാത്രമേ ചേർക്കാവൂ. വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന രീതിയിൽ വരും സബ്ജക്ട് പ്ലസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ അഥവാ ആയിരുന്നു എന്ന മീനിങ്ങിൽ വാസ് എഴുതരുത്. വേറെ വന്നാൽ, ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ ഹാഡ് വന്നാൽ, ഒരു വെർബിന്റെ ഉള്ളിൽ ഡിഡ് വന്നാൽ, ഇതെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് വന്നാൽ അപ്പുറത്ത് സബ്ജക്ട് പ്ലസ് നേരത്തെ വിൽ എഴുതിയ സ്ഥാനത്ത് ഇവിടെ വുഡ് പാസ്റ്റ്, വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എഴുതി പോയാൽ ശരിയാവും. നമുക്കിനി ബാക്കി എക്സസൈസ്, ബാക്കി ഇതിന്റെ നമ്മൾ നേരത്തെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എക്സസൈസ് നോക്കണമെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അതുമായി ബന്ധപ്പെട്ട് നോക്കാം. നേരത്തെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. അവൻ ഒരു ഫാർമർ ആണെങ്കിൽ എന്നാണ് പഠിച്ചത്. അപ്പോ നമ്മൾ ആണ് എന്ന മീനിങ്ങിന് ഈസ് ആണ് ഉപയോഗിച്ചത്. എന്നാൽ നമ്മൾ പാസ്റ്റിലോട്ട് വരുമ്പോ അവൻ ഒരു ഫാർമർ ആയിരുന്നു എങ്കിൽ എന്നാക്കി മാറ്റണം. അപ്പൊ എങ്കിൽ എന്ന വാക്ക് എഴുതി ഇഫ്. അവനല്ലേ ഹി. ആയിരുന്നു എന്ന വാക്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഹീയുടെ വാസാണ്. പക്ഷെ ഇവിടെ വാസ് വരൂല, വേറെ വരൂ. ഇഫ് ഹി വെയർ എ ഫാർമർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാസ് വരൂല, വേറെ വരൂ. ഇഫ് ഹി വെയർ എ ഫാർമർ, അവൻ ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും. അവനല്ലേ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഹി. ഇനി എന്തെഴുതും? വില്ല് എഴുതരുത്, നേരത്തെ പോലെ. ഇവിടെ പാസ്റ്റ് ആണ്, ഓർമ്മിച്ചു വയ്ക്കുക. വുഡ്. ഇനി ബേസ് ഫോം ഏത് തന്നെയാണ്? കൾട്ടിവേറ്റ് ദ ലാൻഡ് എന്ന് തന്നെ വരണം. ഹി വുഡ് കൾട്ടിവേറ്റ് ദ ലാൻഡ്.
ഇനി ഇതേ കാറ്റഗറി എന്ന് നോക്കാം. നമുക്ക് വേറൊന്നും പഠിച്ചു. അവർ തിക് ഫ്രണ്ട്സ് ആണ് എന്നുള്ളതിന് ആർ എഴുതി. എന്നാൽ അവർ, ഇഫ് വി, അവരല്ല ഞങ്ങൾ, ഇഫ് വി, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ആയിരുന്നു എന്നതിന് വീണ്ടും നമുക്ക് ഏതെന്നെ ഉപയോഗിക്കാം. സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേറെ തന്നെയാണ്. ഇഫ് വി വെയർ തിക് ഫ്രണ്ട്സ്, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആണെങ്കിൽ, ആയിരുന്നു എങ്കിൽ, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു എങ്കിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കും. അപ്പൊ എങ്ങനെ വരും? വി, വില്ലിന് പകരം ഏത് തന്നെ ഇവിടെയും വരും. വുഡ്, സഹായിക്കുക, ഹെൽപ്പ് വൺ അനദർ എന്ന മീനിങ്ങിൽ നോക്കാം. നമ്മൾ പഠിച്ചത് ആയിരുന്നു എന്ന മീനിങ്ങിൽ പാസ്റ്റിൽ എങ്ങനെ. അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പഠിച്ചത് ആയിരുന്നു എന്ന മീനിങ്ങിൽ എങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ്. ഒന്നാമത്തത്, അവൻ ഒരു ഫാർമർ ആയിരുന്നു എങ്കിൽ, ഇഫ് ഹി വാസ് എ ഫാർമർ എന്ന് പറയരുത്. ഇഫ് ഹി വേർ എ ഫാർമർ ഹി വുഡ് കൾട്ടിവേറ്റ് ദ ലാൻഡ്. രണ്ട്, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു എങ്കിൽ, ആയിരുന്നു എന്ന മീനിങ്ങിന് അറിയാം വേർ. വേർ എന്ന വാക്കാണ് WER, വേർ. ഇഫ് വി വെയർ തിക് ഫ്രണ്ട്സ് വി വുഡ് ഹെൽപ്പ് വൺ അനദർ. ഇങ്ങനെയാണ് ഈ കാറ്റഗറി വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത് വരുന്നത് ഉണ്ടായിരുന്നു, ഹാഡ്. ഹാഡിന്റെ പ്രത്യേകത, നമ്മൾ ഹാസ് എ ഹാവ് പഠിച്ചപ്പോൾ ഉണ്ട് എന്ന മീനിങ് ആണ് ഹാസ് എ ഹാവ്, അതിന്റെ പാസ്റ്റ് ആണ് ഉണ്ടായിരുന്നു. ഹാസിന്റെ പ്രത്യേകത സിംഗുലാറിന്റെ ഹാസും പ്ലൂറലിന്റെ ഹാവും. ഷീ ഹാസ്, ദേ ഹാവ്. ബട്ട് ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിന് ഷീ ആയാലും ദേ ആയാലും എല്ലാത്തിനും ഒന്ന് തന്നെ ഹാഡ് തന്നെ. അപ്പൊ നമുക്ക് നോക്കാം. അവൾക്കൊരു പേന ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഷീ ഉണ്ടായിരുന്നു, ഹാഡ് എ പെൻ. നേരത്തെ നമ്മള് ഇഫ് ഷീ ഹാസ് എ പെൻ എന്ന് എഴുതി ഷീ വിൽ ഗിവ് യു എന്ന് എഴുതി. ഇവിടെ ഉണ്ടായിരുന്നു, ഇഫ് ഷീ ഹാഡ് എ പെൻ, ഇവിടെ വുഡ് എഴുതുക, അവൾ തരും. അപ്പൊ എങ്ങനെ വരും? ഷീ വുഡ് ഗിവ് യു എന്ന മെത്തേഡിലാണ്. അപ്പോ ഷീ ഹാഡ് എ പെൻ, ഷീ വുഡ് ഗിവ് യു. ഇവിടെയും വുഡ് പ്ലസ് ബേസ് ഫോം, വുഡ് പ്ലസ് ബേസ് ഫോം, വുഡ് പ്ലസ് ബേസ് ഫോം. ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഇവിടെ പാസ്റ്റ് വരികയാണെങ്കിൽ ഇപ്പുറത്ത് വുഡ് പ്ലസ് ബേസ് ഫോം, ഇവിടെ പ്രസന്റ് വരികയാണെങ്കിൽ അപ്പുറത്ത് വിൽ പ്ലസ് ബേസ് ഫോം. പ്രസന്റ് ഏതൊക്കെയാണ്? ആമീസാർ ആണ് എന്ന മീനിങ്ങിൽ, ഹാസ് ഉണ്ട് എന്ന മീനിങ്ങിൽ ഡൂഡസ് വെർബിന്റെ അകത്ത് വരുന്നത്. അടുത്ത പാസ്റ്റ് ഏതൊക്കെയാണ്? ആയിരുന്നു എന്ന മീനിങ്ങിന് വേറെ, ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിന് ഹാഡ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒറ്റയാണ് കൂടെ ഉള്ള ഡിഡ്. ഡിഡ് എന്ന് പറയുന്നത് ഒരു വെർബിന്റെ ഉള്ളിൽ മാത്രമേ വരൂ. സിമ്പിൾ പ്രസന്റിൽ ചെയ്യുന്നു എന്ന മീനിങ്ങിന് ഡൂവും ഡസ് ഉപയോഗിച്ചു. സിംഗുലാറിന് ഡസും പ്ലൂറലിന് ഡൂവും. അത് നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഡിഡിന്റെ കേസിൽ സിംഗുലാർ ആയാലും പ്ലൂറൽ ആയാലും ഡിഡ് തന്നെ ഉപയോഗിക്കാം. അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു സെന്റൻസ് എഴുതി വെക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് അവൾ നന്നായിട്ട് കളിക്കുന്നു എങ്കിൽ എന്നതിന് ഉപയോഗിച്ച വാക്ക് ഷീ പ്ലേസ് ആണ്. അത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. പ്ലേസിന്റെ സ്ഥാനത്ത് അതിനകത്ത് ഡിഡ് ചേർത്താൽ പ്ലേഡ് ആയി മാറും. അപ്പൊ ഇവിടെ എങ്ങനെയാവും? അവൾ നന്നായിട്ട് കളിച്ചിരുന്നു എങ്കിൽ, ഇഫ് ഷീ പ്ലേക്കകത്ത് ഡിഡ് ചേർക്കുക. അപ്പോ ഇഫ് ഷീ പ്ലേഡ് വെൽ, അവൾ നന്നായിട്ട് കളിച്ചിരുന്നു എങ്കിൽ അവൾ ഹൈ സ്കോർ നേടിയേനെ എന്ന് വരും. അപ്പൊ എങ്ങനെ വരും? അവൾ നന്നായിട്ട് കളിച്ചു എങ്കിൽ അവൾ നല്ല സ്കോർ നേടുമായിരുന്നു. അപ്പോ ഷീ വുഡ്, വെർബ് ഏതാണ്? നേടുക, ഗെറ്റ്. ഷീ വുഡ് ഗെറ്റ് ഹൈ സ്കോർ. ഈ രീതിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാൻ പറ്റുന്നത്. ഒന്നുകിൽ ആയിരുന്നു എന്ന മീനിങ് പ്രകാരം വേറെ പറയാം, ഉണ്ടായിരുന്നു എന്ന മീനിങ് പ്രകാരം ഹാഡ് പറയാം, ഒരു വെർബിന്റെ ഉള്ളിൽ ചേർത്ത് ഡിഡ് പറയാം. ഇങ്ങനെ 3 രീതിയിൽ സിമ്പിൾ പാസ്റ്റ് പറയാവുന്നതാണ്. ഇതാണ് 2 കാറ്റഗറിയിൽ. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, ഒന്നുകൂടി പറയാണ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആമീസാർ ആണ് എന്ന മീനിങ്ങിൽ, ഹാസ് എ ഹാവ് ഉണ്ട് എന്ന മീനിങ്ങിൽ ഒരു വെർബാണ് മനസ്സിൽ വരുന്നെങ്കിൽ ഡൂഡസ് തന്നെ ചേർക്കണം. ആ രീതിയിൽ വരിക. അപ്പർ സൈഡിൽ നമ്മൾ വിൽ പ്ലസ് ബേസ് ഫോം എന്ന രീതിയിൽ എഴുതി പോയാൽ ആൻസർ കിട്ടും. രണ്ടാമത്തെ സിമ്പിൾ പാസ്റ്റ് പറയുകയാണെങ്കിൽ ആയിരുന്നു എന്ന മീനിങ്ങിൽ വേറോ, ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ ഹാഡോ, ഒരു വെർബ് ചേർത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് ഡിഡോ ചേർത്ത് പറയുകയാണെങ്കിൽ അപ്പുറത്ത് ഉറപ്പായിട്ടും സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ബേസ് ഫോം ആണ്. ഇതാണ് 2 കാറ്റഗറി. ഒന്ന് സിമ്പിൾ പ്രസന്റ് വെച്ച് എങ്ങനെ ചേർത്ത് പറയാം, 2 സിമ്പിൾ പാസ്റ്റ് വെച്ച് പറയാം. ഇതാണ് 2 കാറ്റഗറി. ഇനി മൂന്നാമതൊരു കാറ്റഗറി കൂടിയുണ്ട്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റിലെ പ്രയോഗം. അതുകൂടി നമുക്ക് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 എന്ന സ്ട്രക്ചർ ആണ്. ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലേഡ്, ഹാഡ് വർക്ക്ഡ്, ഹാഡ് ജംപ്ഡ്, ഹാഡ് ഗോൺ, ഹാഡ് ഈറ്റൻ, ഹാഡ് അച്ചീവ്ഡ്, എന്തോ ആയിക്കോട്ടെ, ഹാഡ് പ്ലസ് V3 വന്നാൽ മാത്രമേ പാസ്റ്റ് പെർഫെക്റ്റ് ആവൂ. ഇങ്ങനെ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് V3, വുഡ് ഹാവ് V3, വുഡ് ഹാവ് V3. ഈ സെക്ഷനിലോട്ട് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾക്ക് ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ചേരുന്ന ഭാഗത്ത് വരുന്നെങ്കിൽ അപ്പുറത്ത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ഒരു കേസ്,
നമ്മൾ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മാത്രമേ വുഡ് ഹാവ് പ്ലസ് V3 പഠിക്കാവൂ പറയാവൂ. നേരത്തെ നമ്മൾ ഹാഡ് പറഞ്ഞായിരുന്നു. ഹാഡ് നമ്മൾ നേരത്തെ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞപ്പോ പറഞ്ഞു വേർ വന്നാലോ ഹാഡ് വന്നാലോ ഡിഡ് വന്നാലോ അപ്പുറത്ത് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് നേരത്തെ നമ്മൾ പഠിച്ചത്. അവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ. ഇവിടെ ഹാഡ് പ്ലസ് V3 ഉണ്ട്. ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3. ഹാഡ് മാത്രമേ ഉള്ളെങ്കിൽ വുഡ് പ്ലസ് ബേസ് ഫോമേ വരാവൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാണ്. ഹാഡ് മാത്രമേ ഉള്ളെങ്കിൽ ഉണ്ടായിരുന്നു എന്ന മീനിങ് വുഡ് പ്ലസ് ബേസ് ഫോം. ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ മാത്രം വുഡ് ഹാവ് പ്ലസ് V3. ഓർമ്മിച്ച് വെക്കുക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു എങ്കിൽ എങ്ങനെ പറയും? ഇഫ് ഐ എങ്ങനെ പറയാം? ഹാർഡ്. പഠിക്കാൻ ഇംഗ്ലീഷ് സ്റ്റഡി ആണ്. സ്റ്റഡിയുടെ V3. ഹാർഡ് സ്റ്റഡീഡ്. ഹാർഡ് പ്ലസ് V3. ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്തേനെ. ഐ വുഡ് ഹാവ്. സ്കോറിന്റെ V3 ആണ്. സ്കോർഡ് ഹൈ മാർക്സ്. ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു? ഹാഡ് പ്ലസ് V3 വന്നപ്പോ ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3. വേറൊരു എക്സാമ്പിൾ നോക്കാം. അവൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പറയും? അവൾ ഷീ ഹാഡ് ഹെൽപ്പ് ചെയ്യുക. V3 ഹെൽപ്ഡ് ആരെയാ? എന്നെയല്ലേ. അപ്പോ ഇഫ് ഷീ ഹാഡ് ഹെൽപ്ഡ് മീ, അവൾ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഞാനല്ലേ രക്ഷപ്പെടുന്നത്? ഐ എങ്ങനെ വരും? വുഡ് ഹാവ് രക്ഷപ്പെടുക. എസ്കേപ്പിന്റെ V3 എസ്കേപ്ഡ്. അപ്പോ ഹാഡ് പ്ലസ് V3 വുഡ് ഹാവ് പ്ലസ് V3. ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 വുഡ് ഹാവ് പ്ലസ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ ചിലപ്പോ ഇഫ് ഷീ ഹാഡ് എ ഫ്ലവർ, അവളുടെ കയ്യിൽ ഒരു പൂവുണ്ടായിരുന്നു. ഈ സെക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ഉണ്ട്. ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഹാഡ് മാത്രം വന്നാൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ വുഡ് പ്ലസ് ബേസ് ഫോം മാത്രമേ ഉണ്ടാവൂ. അവളുടെ കയ്യിൽ ഒരു പൂവുണ്ടായിരുന്നെങ്കിൽ അവൾ എനിക്ക് തന്നേനെ. ഷീ വുഡ് ഹാവ് എഴുതാൻ പാടില്ല. വുഡ് പ്ലസ് നേരത്തെ പഠിച്ച കാറ്റഗറിയാണ് വുഡ് ഗീവ് മീ. ഇതാണ് അതിന്റെ പ്രത്യേകത. ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. ഹാഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ വുഡ് പ്ലസ് ബേസ് ഫോം. ഈ കാറ്റഗറി 3 ആദ്യം പഠിച്ച നമ്മൾ ഇഫ് ക്ലോസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 3 കാറ്റഗറിയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇവിടെ പ്രസന്റ് പറയുകയാണെങ്കിൽ ഇവിടെ പ്രസന്റ് വന്നാൽ ഒന്നിൽ ആം ഈസ് ആർ വരും. ആണ് എന്ന മീനിങ്ങിൽ, അല്ലെങ്കിൽ ഉണ്ട് എന്ന മീനിങ്ങിൽ ഹാസ് ഹാവ് വരും. അല്ലെങ്കിൽ ഒരു വെർബ് പറയുകയാണെങ്കിൽ ഡു ഡസ് ചേർത്ത് എഴുതുക. വിൽ പ്ലസ് ബേസ് ഫോം എന്ന് എഴുതുക. 2 പാസ്റ്റ് വരികയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ ഒന്നുകിൽ ആയിരുന്നു എന്ന മീനിങ്ങിൽ വേർ വരാം, ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ ഹാഡ് വരാം. ഒരു വെർബ് പറയുകയാണെങ്കിൽ ഡിഡ് തന്നെ സിമ്പിൾ പാസ്റ്റ് ചേർത്തിടണം. ഡിഡ് വന്നാൽ അപ്പുറത്ത് വുഡ് പ്ലസ് ബേസ് ഫോം എന്ന കാറ്റഗറിയിലോട്ട് പോകും. 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ചേർന്ന ഈ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് അഥവാ ഹാഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 എന്ന സെഗ്മെന്റിലോട്ട് നമ്മൾ പോകേണ്ടി വരും. ഇതാണ് ഇഫ് ക്ലോസിന്റെ പ്രധാനപ്പെട്ട കാറ്റഗറി. ഇത് എല്ലാ പരീക്ഷയ്ക്കും 5ാം ക്ലാസ് മുതൽ സിവിൽ സർവീസുകളുടെ എല്ലാ എക്സാംസിനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷ് കാറ്റഗറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാറ്റഗറി കൂടിയാണിത്. സോ നമ്മൾ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക.